എല്ലാവർക്കും നമസ്കാരം. പ്രതികരണ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായി വീഡിയോ ചെയ്തിട്ട് ധാരാളം ചോദ്യങ്ങൾ വന്ന് കിടക്കുന്നുണ്ട്. ഒറ്റപ്പാലത്ത് നിന്നും അംബികാസുധൻ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നു. സർ, മഹാഭാരതത്തിൽ കർണൻ പരശുരാമൻ്റെ പക്കൽ വിശിഷ്ടമായ ആയുധങ്ങൾ നേടുവാനായി, വിശിഷ്ടമായ വിദ്യ ഗ്രഹിക്കുവാൻ വേണ്ടി പോയ സമയത്ത് ക്ഷത്രിയന്മാർക്ക് ഞാൻ വിദ്യ നൽകില്ല എന്ന് പരശുരാമൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ബ്രാഹ്മണനാണ് എന്ന് കള്ളം പറഞ്ഞുകൊണ്ട് കർണൻ വിദ്യ അഭ്യസിച്ചു എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ എന്താണിത്? സത്യസന്ധനും ധർമ്മിഷ്ഠനുമാണ് കർണൻ എന്ന് പറയുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുവിൻ്റെ അടുത്ത് നിന്ന് നുണ പറയുമോ? ഇതാണ് എൻ്റെ സംശയം. ഇവിടെ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ എന്നീ പദങ്ങൾ തെറ്റായിട്ട് മനസ്സിലാക്കിയതാണ് അതിന് കാരണം ഭാരതീയ സനാതനധർമ്മത്തെ ഇകഴ്ത്തുവാൻ വേണ്ടി തെറ്റായ തരത്തിലുള്ള അർത്ഥങ്ങൾ കണ്ടെത്തുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ബ്രാഹ്മണൻ എന്ന് പറയുന്ന ഒരിക്കലും ജാതിയല്ല, ക്ഷത്രിയനും ജാതിയല്ല. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ എന്നാണ് പറയുന്നത്. ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാണ് ഒരുത്തൻ്റെ വർണ്ണം തീരുമാനിക്കുന്നത്, ജാതിയല്ല വർണ്ണം. ജാതിയും വർണ്ണം രണ്ടും രണ്ടാണ്. അപ്പോൾ ഇവിടെ അതും മാനസികമായ തലത്തിൽ, ഭൗതികമല്ല, മാനസികമായ തലത്തിൽ ഒരാളുടെ ഉണ്മയ്ക്കനുസരിച്ചാണ് അയാളുടെ വർണ്ണം തീരുമാനിക്കുന്നത്. ഇവിടെ ക്ഷത്രിയന്മാർക്ക് വിദ്യ നൽകില്ല എന്ന് പരശുരാമൻ പറയുമ്പോൾ ഒരു ചോദ്യം, ക്ഷത്രിയന്മാർക്കല്ലാതെ പിന്നെ ആർക്കാണ് വിദ്യ നൽകേണ്ടത്? അവരാണ് ഊർജ്ജസ്വലരായിട്ടുള്ള ആൾക്കാർ, രജോ ഗുണക്കാർ, യുദ്ധം ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആൾക്കാർ. അങ്ങനെ കഴിവുള്ള ആൾക്കാർക്ക് അല്ലേ കൊടുക്കേണ്ടത്? അങ്ങനെയുള്ള ആൾക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞാലോ? അപ്പം അവിടെ ഈ ക്ഷത്രിയൻ എന്നുള്ളതിനെ എന്താണ് ഉദ്ദേശിച്ചത്? അതേമാതിരി ഞാൻ ബ്രാഹ്മണനാണ് എന്ന് കർണൻ പറഞ്ഞു. കർണനെ അറിയാത്തവരന്നില്ല. കാരണം ജന്മനാ കവചകുണ്ടലങ്ങളോട് കൂടിയവനാണ്. ഈ കവചകുണ്ടലങ്ങളോട് കൂടിയ കർണൻ അതിരഥൻ്റെയും രാധയുടെയും പുത്രനാണ് എന്ന് എല്ലാവർക്കും അറിയാം. വളർത്തുപുത്രൻ കിട്ടിയാണല്ലോ. അപ്പോൾ കർണൻ അതിരഥൻ്റെ പുത്രനാണെന്നറിയാം. പിന്നെ എങ്ങനെയാ ഞാൻ ബ്രാഹ്മണനാണ് എന്ന് ജാതി ഉദ്ദേശിച്ച് പറയുക കർണൻ? പരശുരാമൻ അറിയില്ലേ? അതിരഥനെ അറിയില്ലേ? അതിരഥൻ്റെ പുത്രനാണല്ലോ. അതിരഥൻ്റെ പുത്രനാണെങ്കിൽ യഥാർത്ഥത്തിൽ അതിരഥൻ്റെ അല്ല, പക്ഷെ വളർത്തുപുത്രനാണല്ലോ. പിന്നെ എങ്ങനെയാണ് ബ്രാഹ്മണനാകുന്നത്? അത് പറ്റുമോ? അപ്പം തന്നെ കള്ളം പൊടിയില്ലേ? അപ്പം ഇവിടെ അതല്ല അർത്ഥം. യോഗസ്തവോ ദമം ദാനം സത്യം ശൗച്യം ദയാ ശ്രുതം വിദ്യ വിജ്ഞാനം, ഇങ്ങനെ 10 ഗുണങ്ങളാണ് ഒരു ബ്രാഹ്മണൻ ആകാൻ വേണ്ടത്. ഈ 10 ഗുണങ്ങൾ ഉണ്ടെങ്കിൽ ഏത് ജാതിക്കാരന് വേണമെങ്കിലും ബ്രാഹ്മണരാകാം. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഗുണങ്ങൾ ഒരു വിദ്യാർത്ഥിക്ക് വേണം. ദിവ്യമായ വിദ്യകൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയത്. ദിവ്യമായ രഹസ്യമായ ആയുധ വിദ്യ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയത്. അപ്പോൾ ഒരു ബ്രാഹ്മണ ഭാവത്തിനാണ് ചെല്ലുന്നത്. യോഗിയായിരിക്കണം, മനസ്സിനെ സമനിലയിൽ നിർത്തുന്നവനായിരിക്കണം, പെട്ടെന്ന് പ്രകോപിതനാകാത്ത അവസ്ഥയിലായിരിക്കണം, തപസ് ദൃഢനിശ്ചയമുള്ളവനായിരിക്കണം, ദമിയായിരിക്കണം, ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് വേർപെടുത്തിയവനായിരിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഗുണം, ശൗച്യം ഉണ്ടായിരിക്കണം, അകത്തും പുറത്തും ശൗച്യം. പിന്നെ വിദ്യ ഉണ്ടായിരിക്കണം. വിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കാത്ത അവസ്ഥ. വിദ്യ അവിദ്യ, ഇതാണ്. ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ മർമ്മം മനസ്സിലാക്കാൻ കഴിവുള്ളത് എന്നൊരർത്ഥം കൂടി വിദ്യയ്ക്കുണ്ട്. അപ്പോൾ ഇത്രയും ഗുണങ്ങളുള്ള ആൾ ബ്രാഹ്മണനാണ്. അതുകൊണ്ടാണ് കർണൻ പറഞ്ഞത് ഞാൻ ബ്രാഹ്മണനാണെന്ന്. അല്ല ജാതി ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ക്ഷത്രിയൻ എന്ന് പറഞ്ഞാൽ ജാതി ഉദ്ദേശിച്ചോ ഒന്നും പറഞ്ഞതല്ല. ക്ഷത്രിയന്മാർക്കാണല്ലോ പഠിപ്പിക്കേണ്ടത്. പക്ഷെ ഇവിടെ പറഞ്ഞ് അംഗരാജ്യത്തെ രാജാവായി കഴിഞ്ഞതിന് ശേഷമാണ് കർണൻ പഠിക്കാൻ വന്നിട്ടുള്ളത്. അപ്പോൾ രാജാവ് എന്ന ഭാവത്തിൽ വരരുത്. രാജാക്കന്മാർക്ക് കൊടുക്കില്ല എന്നല്ല, രാജാക്കന്മാർക്ക് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ വേണം? ആ ഭാവം ഒഴിവാക്കി വരണം. കാരണം പഠിപ്പിക്കുന്ന ഗുരുനാഥൻ എപ്പോഴും മുകളിലാണ്. രാജഭാവത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാജാവ് പ്രോട്ടോക്കോൾ അനുസരിച്ച് രാജാവിനെ ബഹുമാനിക്കണം.
മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ക്ഷത്രിയന് ഞാൻ തരികില്ല എന്നാണ്, ഈ രാജഭാവത്തിൽ വന്നാൽ ഞാൻ തരില്ല എന്നാണ് പറഞ്ഞത്. അല്ല, ഞാൻ ബ്രാഹ്മണനാണ്, അതായത് ഒരു വിദ്യ പഠിക്കാൻ അർഹനാണ് ഞാൻ, വേറെ ആരും പറയാനില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ പറയുന്നു. ഇതാണ് കഥ. അല്ലാതെ ഇവിടെ നുണ പറഞ്ഞിട്ടില്ല, ഒന്നുമില്ല. കാരണം അറിയാമല്ലോ, അധിരഥൻ്റെയും രാധയുടെയും പുത്രനാണെന്ന് എല്ലാവർക്കും അറിയാം. കർണൻ പ്രസിദ്ധിയുള്ളവനാണ് അന്ന്. കാരണം എന്താണ്? കവചകുടരങ്ങളുണ്ട് അവിടെ. കർണന് മാത്രമേ ഇതുള്ളൂ, വേറെ ആർക്കും ഇല്ല. മനസ്സിലായില്ലേ? അപ്പോൾ അധിരഥയുടെയും രാധയുടെയും പുത്രനാണെന്ന് എല്ലാവർക്കും അറിയാം, പരശുരാമനും അറിയാം. അങ്ങനെയുള്ള ഒരാൾ വന്നിട്ട് ഞാൻ ബ്രാഹ്മണനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യക്ഷത്തിൽ പെട്ടെന്ന് നുണ പറയാൻ പറ്റും? പറ്റില്ല. അപ്പോൾ ജാതിയല്ല അവിടെ ഉദ്ദേശം. പിന്നെ നമ്മൾ മലയാള വിവർത്തനങ്ങളിലൊക്കെ ഇത് കാണും, നുണ പറഞ്ഞിട്ടാണെന്നുള്ളത്. അപ്പോൾ അതിന് ചിന്തിക്കേണ്ടത് നമ്മുടെ പുരാണ ഇതിഹാസങ്ങളൊക്കെ വളരെ മലീമസമാക്കിയിട്ടുണ്ട്, ഓരോരുത്തരും ഓരോ രൂപത്തിൽ. അങ്ങനെയാണ് ഈ പുരാണ കഥാപാത്രങ്ങളെ മുഴുവൻ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളത്. ആലോചിച്ച് നോക്കൂ. കർണൻ, താങ്കൾ പറഞ്ഞ പോലെ കർണൻ സത്യസന്ധനാണ്, ധർമ്മിഷ്ഠനാണെന്ന് പറയുകയും എവിടെയെല്ലാം അധർമ്മമുണ്ടോ അവിടെയൊക്കെ കർണനെ ചിത്രീകരിക്കുകയും ചെയ്യുന്ന എന്തിൻ്റെ ഫലത്തിലാണ്? അപ്പോൾ ധർമ്മം, സത്യം എന്നുള്ളതിനൊരു വിലയില്ല എന്നുള്ള രൂപത്തിലല്ലേ വരുന്നത്, അല്ലേ? ഹസ്തിനപുരിയിൽ എന്ത് കൊള്ളരുതായ്മകൾ നടന്നാലും കർണൻ അവിടെയുണ്ട്. അതെങ്ങനെയത്? അദ്ദേഹത്തിൻ്റെ രാജ്യം ഭരിക്കണ്ടേ, അംഗരാജ്യം ഭരിക്കണ്ടേ? അപ്പോൾ സംഗതി അതല്ല. ധൃതരാഷ്ട്രരിൽ 100 പുത്രന്മാരിൽ, ധൃതരാഷ്ട്രരുടെ പുത്രന്മാർ 100 പേരിൽ ഒരാളുടെ പേര് കർണനാണ്. അപ്പോൾ ഇയാൾ ചെയ്യുന്ന വൃത്തികേടുകളൊക്കെ പിൽക്കാലത്ത് സൂര്യപുത്രനായ കർണൻ്റെ മേൽ ആരോപിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിന് സംശയമൊന്നുമില്ല. അതിനാ പറയുന്ന കഥയിലൂടെയല്ല, കഥാപാത്രങ്ങളിലൂടെ സഞ്ചരിക്കണം. കഥകൾ ഓരോരുത്തരും ഓരോ സാഹചര്യത്തിനനുസരിച്ച് വളച്ചൊടിക്കും. മനസ്സിലായോ? മലയാളത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, വളച്ചൊടിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളതിൻ്റെ ഉള്ള സത്യം അറിയണം, അതിന് കഥാപാത്രങ്ങളിലൂടെ സഞ്ചരിക്കണം. അപ്പോൾ ഇവിടെ കർണൻ നുണ പറഞ്ഞിട്ടൊന്നുമില്ല. അത് ഈ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ എന്നീ പദങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന അർത്ഥത്തിൻ്റെ വ്യത്യാസമാണ്. ഒരിക്കൽ സുരേഷ് ഗോപി പറഞ്ഞു, എനിക്ക് പൂജിക്കണം, ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് ബ്രാഹ്മണനായി ജനിക്കണം അടുത്ത ജന്മത്തിലെങ്കിലും എന്ന അർത്ഥത്തിൽ പറഞ്ഞു. ഉടനെ ഇയാൾ മുന്തിയ ജാതിക്കാരനായി ജനിക്കണം എന്നാണ്, സവർണനായി ജനിക്കണം എന്നാണ് അയാളുടെ ഉള്ളിൽ ചിന്ത എന്നിങ്ങനെ ഒരുപാട് ട്രോളുകൾ കാണുകയുണ്ടായി. സത്യത്തിൽ അദ്ദേഹം പറഞ്ഞതെന്താ? അദ്ദേഹം പറഞ്ഞാണ്, മാന്യനുമായിട്ട് ജീവിക്കുന്ന, സത്തായിട്ട് ജീവിക്കുന്ന എല്ലാവരുടെയും ആഗ്രഹം അതാണ്, ബ്രാഹ്മണനാകണം എന്ന് തന്നെയാണ്. ജാതിയാകണം എന്നല്ല, ഏത് ജാതിയിൽ ജനിച്ചാലും ബ്രാഹ്മണനാകണം, അതിൻ്റെ ഗുണഗണങ്ങൾ സമ്പാദിക്കണം എന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം. അതാ, ബ്രാഹ്മണ ജാതിയാവണം എന്നല്ല, ബ്രാഹ്മണനാകണമെന്ന്, ശുദ്ധനായ ബ്രഹ്മജ്ഞാനിയാകണമെന്ന്. അതാ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ ബ്രഹ്മജ്ഞാനിക്ക് മാത്രമേ പൂജിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. കേരളത്തിൽ തന്നെ പൂജിക്കുന്ന ഈ ബ്രാഹ്മണ കുടുംബങ്ങളിൽ, പാരമ്പര്യ കുടുംബങ്ങളിൽ, അതായത് നമ്പൂരിമാർ, എമ്പ്രാന്തിരിമാർ, അയ്യർമാർ, ഇവരെയൊന്നും കുടുംബത്തിലല്ലാതെ ഈഴവ സമുദായത്തിലും അതേമാതിരി വിശ്വകർമ്മ സമുദായത്തിലും ജനിച്ച ഇഷ്ടമാതിരി ആൾക്കാർ ക്ഷേത്രങ്ങളിൽ പൂജിക്കുന്നുണ്ട്, ബ്രാഹ്മണരായിട്ട് പൂജിക്കുന്നുണ്ട്. അപ്പോഴോ അത് എന്തെങ്കിലും തോന്നിയത് പറയാമെന്ന് മാത്രമേ ഇതിനർത്ഥമുള്ളൂ. അപ്പം അതുകൊണ്ട് കർണൻ നുണ പറഞ്ഞിട്ടില്ല. ഭീഷ്മരും കർണനും പറഞ്ഞതിൻ്റെ അർത്ഥം ക്ഷത്രിയൻ എന്ന പദത്തിനും ബ്രാഹ്മണൻ എന്ന പദത്തിനും നമ്മൾ ഉദ്ദേശിച്ച അർത്ഥമല്ല. പിന്നെ ചോദിക്കും, അപ്പം ശപിച്ചല്ലോ, നുണ പറഞ്ഞിട്ടാണ് നീ വിദ്യ വാങ്ങി ശപിച്ചല്ലോ എന്ന്. അത് ശാപമൊന്നുമല്ല, ശാപമല്ല. കർണൻ്റെ മടിയിൽ തലവെച്ച് പരശുരാമൻ കിടക്കുന്ന സമയത്ത് അളർക്കൻ എന്ന് പറഞ്ഞ പേരായ ഒരു വണ്ട് വന്ന് കുത്തുകയും ചോര വരികയും ചെയ്തു. ഗുരുവിൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തരുതല്ലോ എന്ന് കരുതി അനങ്ങാതിരുന്നു കർണൻ. പിന്നെ പറയുന്നെന്താ, ഈ ചുടുചോര കണ്ടിട്ട് ഇത് ക്ഷത്രിയന്മാർക്ക് മാത്രമേ ഇത്രയും സഹനശക്തി ഉണ്ടാവൂ, അതുകൊണ്ട് നീ ക്ഷത്രിയനാണ്, നുണ പറഞ്ഞിട്ടാണ് വിദ്യ നേടിയത് എന്ന് പറഞ്ഞ് ശപിച്ചു എന്നാണ് കഥ.
ഞാനൊന്ന് പറഞ്ഞുകൂടെ, ഈ പഠിക്കുന്ന സമയത്ത് കർണൻ അസ്ത്രാഭ്യാസം ചെയ്യുന്ന കാണുമ്പോൾ തന്നെ ഗുരുവിന് മനസ്സിലാവില്ല ഇവൻ ക്ഷത്രിയനാണെന്ന്. ക്ഷത്രിയൻ ജാതിയല്ല, അവന് ക്ഷത്രിയ ഗുണങ്ങളുണ്ടെന്ന് മനസ്സിലാവില്ലേ? ഇത്ര മന്ദനാണോ പരശുരാമൻ? ഒരു വണ്ട് വന്ന് കുത്തണ്ടി വന്നോ കർണൻ ക്ഷത്രിയനാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ? ആലോചിച്ച് നോക്കൂ, ഒരു വിഡ്ഢിതം ആലോചിച്ച് നോക്കൂ. ഇവിടെ പരശുരാമനെ ഒരു പെരുമന്തനായിട്ട് കണക്കാക്കി. അതൊക്കെ അറിയാം, ഇത് പറഞ്ഞൊന്നല്ല. അദ്ദേഹം ഇതൊക്കെ അറിഞ്ഞു. തൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തരുതല്ലോ എന്ന് കരുതി ഇത്രയും ത്യാഗം സഹിച്ചിരുന്ന ശിഷ്യനോട് എന്താ പറഞ്ഞത്? മരണസമയത്ത് കുരുക്ഷേത്ര യുദ്ധം നടക്കുന്ന സമയത്ത് നീ എല്ലാം മറക്കണം, ശപിക്കല്ലത് എന്ന് വെച്ചാൽ ആദ്യം നീ കാണുന്നത് ഭഗവാനെയാണ് തെളിച്ചു കൊണ്ടുവരുന്നത്. അപ്പോൾ ഭഗവാനിൽ സർവം സമർപ്പിക്കുക എന്നതിന് ശേഷം നീ എല്ലാം മറക്കുക. പഠിച്ചത് മറക്കട്ടെ എന്നല്ല, നീ ഇവിടെ യുദ്ധരംഗത്താണ് എന്ന കാര്യം മറക്കുക. നീ വില്ലാളി വീരനാണ്, തൻ്റെ വീര്യം പ്രകടിപ്പിക്കണമെന്ന ആഗ്രഹം ഒഴിവാക്കുക. നീ അങ്ങനെ നേരെ നോക്കി നിൽക്കുക. ആ സമയത്ത് അർജുനൻ അസ്ത്രം അയക്കും, നീ അതൊന്നും അറിയുന്നേയില്ല. നീ ഭഗവാനിൽ ലയിച്ചോളും. നിനക്ക് മോക്ഷം തരാൻ വേണ്ടിയിട്ടാണ് അർജുനനും കൃഷ്ണനും വന്നിട്ടുള്ളത്, നരനാരായണന്മാരാണ് എന്നാണ് പറഞ്ഞത്. അപ്പം മറക്കട്ടെ എന്ന് പറഞ്ഞാൽ എല്ലാം മറന്നു പോകട്ടെ. ഈ ഭൂമിയിൽ നീ മനുഷ്യനായി പറഞ്ഞത് ഇതൊന്നുമില്ല. നിൻ്റെ മനസ്സിലാകെ ഒരൊറ്റ ചിന്തയെ പാടുള്ളൂ, കൃഷ്ണൻ മാത്രം. ആ പരമാത്മാവിനെ മാത്രം നോക്കി നിൽക്കുക. ആ യുദ്ധത്തിൽ അർജുനൻ അസ്ത്രം അയക്കും, അതൊന്നും നീ അറിയില്ല. നിൻ്റെ ശരീരം വിട്ട് ആത്മാവ് അവിടെ ലയിക്കും. അപ്പം എല്ലാം മറക്കട്ടെ എന്ന് പറഞ്ഞാൽ ശാപമല്ല, ഇതാണ് സത്യം. അങ്ങനെയാണ് സംഭവിച്ചതും. സംഭവിച്ചതെന്തോ അതല്ലേ സത്യം. പിന്നെ ബാക്കിയുള്ളതൊക്കെ മറക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ മറ്റതാണ്, മറിച്ചതാണ്, ശാപമാണ്, ഗുരുവിൻ്റെ എന്നൊക്കെ പറഞ്ഞ കഥകളെ വേറെ റൂട്ടിലേക്ക് മാറ്റുക ചെയ്യുന്നത്. അതല്ല സംഭവിച്ചതെന്താ? മരിച്ചു. എന്നിട്ടോ ആ തേജസ് എവിടെ ലയിച്ചു എന്നാണ് പറയുന്നത്? ഭഗവാനിൽ ലയിച്ചു. അപ്പോൾ ഇതല്ലേ സത്യം? ചിന്തിക്കുക. നന്ദി, നമസ്കാരം.